ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പുറത്ത് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 8:30 മണിയായി. എന്ന് വെച്ചാൽ ബാങ്കിലൊന്ന് പോകണമെന്നുണ്ട്. കാരണം ശമ്പളം അയച്ചിട്ടില്ല, നോമ്പല്ലേ. അപ്പോൾ ഒന്ന് ബാങ്കിലോട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒന്ന് ബാങ്കിൽ പോയിട്ട് വരാം കേട്ടോ. നമ്മുടെ വീടാണ് കേട്ടോ, വീടും പരിസരം കണ്ടില്ലേ. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ബാങ്കിൽ വന്നതാണ് കേട്ടോ. നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടി ബാങ്കിൽ വന്നതാണ്. ഇതാണ് നമ്മുടെ ബാങ്ക്. നമ്മുടെ വീട്ടിൽ കുറച്ചടുത്താണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇവിടുത്തെ കടകളൊക്കെ കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. രാത്രി നോമ്പൊക്കെ ആയതുകൊണ്ട് കടകൾ ഈ രാത്രി 2-3 മണി വരെ കൊണ്ട് വെളുപ്പിൽ നോമ്പായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് മുഖ്യ കടകളൊക്കെ തുറക്കുന്നത്. ഞാൻ ബാങ്കിലോട്ടൊന്ന് പോകാം. ബാങ്കിൽ വന്നതാണ് കേട്ടോ. ബാങ്കിൽ തിരക്കാണോന്ന് അറിയത്തില്ല. ഇന്ന് 1-ാം തീയതി വാക്കായതുകൊണ്ട് ശമ്പളം അയക്കാനായിട്ട്. ഇതാണ് ഐസമാൻ എക്സ്ചേഞ്ച്. ഇതാണ് ബാങ്ക് കേട്ടോ. ഈ തിരക്കില്ല, നോക്കാം. ഇന്ത്യ കാണിക്കുന്നതല്ല. ഇന്തോനേഷ്യ, US, ബംഗ്ലാദേശ്, ഇന്ത്യ. ഇന്ത്യയിലാണ് 24:45. പൈസ കേട്ടോ. ഇതാണ് ബാങ്ക്. അങ്ങനെ നേരെ ബാങ്കിൽ നിന്ന് പൈസ അയച്ചിട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി വീട്ടിലോട്ടാണ്. കണ്ടില്ലേ, റോഡിൽ നല്ല തിരക്കാണ്. ഇവിടെ പോയിട്ട് വലിയ പണിയൊന്നുമില്ല, പണികളൊക്കെ ഒതുങ്ങി. അതുകൊണ്ട് കുറച്ച് താമസിച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല. ക്രോസ് ചെയ്ത് നേരെ ഒരു 5 മിനിറ്റ് വേണ്ട നമ്മളെ വീട്ടിൽ പോകാൻ. ഞാൻ കബീലിൻ്റെ വീട്ടിൽ പോയി ഇനിയിപ്പം ഒരു 5 മിനിറ്റ് വേണ്ട. നടക്കാൻ നല്ല സുഖമാണ്, നല്ല ക്ലൈമറ്റാണ്. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ വീടെത്തിട്ടോ. അപ്പം ബാങ്കിലൊക്കെ പോയി നേരെ തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ വീടിൻ്റെ വഴി. കണ്ടില്ലേ, കഫീൻ്റെ വീട്. നമ്മുടെ വീടെത്തി. നമ്മുടെ കിച്ചനും നമ്മൾ കാമ്പൗണ്ടൊക്കെ എത്തി. നടന്നപ്പോൾ നല്ല സുഖമുണ്ട്, നല്ല കാലാവസ്ഥ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യട്ടോ. ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. നമ്മുടെ കിച്ചനാണ് ഇതാ കാണുന്നത്. ഇല്ലേ, നമ്മുടെ റൂം ഇതാ ഇങ്ങോട്ടുണ്ട്.